ജോലിയെല്ലാം തീർന്നപ്പോ ഒരു സമയമായി. ഒക്കെ നേരത്തെ ഉറങ്ങിയ എന്ത് എന്തൊക്കാ തണുക്കുന്ന? നല്ല ചൂടുണ്ടല്ലോ. നിക്കാ നിക്കാ എന്തു പറ്റി പെട്ടെന്ന് പനി വരാൻ? അല്ല നിക്കാ എഴുന്നേക്കാ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോവാക്ക. നല്ല പനിയുണ്ട്. നിക്കാ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാക്ക. നല്ല തിളക്കുന്നല്ല. ഞാനേ ഷഹാനായെന്ന് വിളിക്കാം. ഷഹാനായ ഉമ്മായെന്ന് വിളിക്കാം. ഹോസ്പിറ്റലിൽ പോകാൻ പറ. ഷഹാന, 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 ഷഹാന ഒന്ന് കഥ തുറന്നേ. ഷഹാന, ഷഹാന ഒന്ന് തുറ. ഷഹാന, ഷഹാന, ഷഹാന. ഉമ്മ 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 ഒന്ന് തുറ. ഉമ്മ ഉമ്മ ഉമ്മ. ഷഹാന, ഷഹാന, ഷഹാന ഒന്ന് തുറ. ഷഹാന, ഷഹാന. എന്ത് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്താ ഇത്? ഷഹാന, ഇക്കാക്ക് നല്ല പനി. ഷഹാന ഒന്ന് വാ, നീ ഒന്നും വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാ. കിടക്കുന്നുണ്ട്. എന്താ പനിയാ? പനിയല്ലേ, സാരമല്ല. നീ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടു. നീ രാത്രി കിടന്ന് വിളിക്കുന്നത്. എനിക്ക് ഇവിടെ ഒന്നും പരിചയമൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനെന്ന് പറഞ്ഞോടാ. നല്ല തിളയ്ക്കുന്ന പനി, ഒന്ന് വരുവോ? ഇപ്പൊ ഒന്ന് വാ ഷഹാന, നല്ല വിറക്കി നിക്കാം. ഒന്ന് വന്ന് നോക്കിയെങ്കിലും ചെയ്യപ്പാ. താരി കിടന്ന് ബഹളം വെക്കുന്നത് എന്താണ് ഈ രാത്രി? അച്ഛാ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? എന്ത് ഈ കിടന്ന് ബഹളം വെക്കുന്നേ? ഉമ്മ, ഇക്കാക്ക് ഭയങ്കര പനി. ഉമ്മ ഒന്ന് വാ. ഉമ്മ ഒന്ന് നോക്ക്. പനിയെന്നുമ്മ? പനിയാ? ഓ ഇതായിരുന്ന. ടാബ്ലറ്റ് എടുത്ത് കൊടുന്നി ചെല്ലി. ഞാൻ വിചാരിച്ചു മരണം എപ്രാളം കണക്ക് കിടന്ന് വിളിക്കുന്നു. പനിയല്ലേ, അത് കുഴപ്പമില്ല. അവനിക്കൊരു കാപ്പിയോ ചായയോ എല്ലാം ഇട്ടുകൊടു, അതങ്ങ് മാറും. അവനിക്ക് ഇടയ്ക്ക് പനിയൊക്കെ വരും. പക്ഷെ പനി വരുത്തില്ലേ? എന്റെ ഗുളികയൊന്നും ഇല്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്മ. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നുമ്മ. അല്ലെങ്കിൽ എന്തായാലും ചെയ്യും. ഷഹാന ഒന്ന് വാ. ഷഹാന, നിങ്ങക്ക് വണ്ടി വല്ലതും അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു തന്നാലും മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒന്ന് വിളിച്ചു തരുവോ? കിടന്ന് വിറയ്ക്കുന്നു. ഒന്ന് വന്ന് നോക്കുവാ. നോക്കാനാ? നോക്കാൻ വരാൻ എനിക്ക് ഇനി സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ. അപ്പാടെ എന്റെ മുട്ടും കാലും ഒന്നും വയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ഈ തുണി അങ്ങനെ നനച്ചിട്ട് വിട്. അപ്പൊ ചൂടല്ലേ അങ്ങ് കുറയും. ഞാൻ ഇച്ചിരി കിടക്കട്ടെ, എനിക്ക് വയ്യ. ഈ രാത്രി ഉറക്കമൊന്നും ഒഴിയാൻ. ഗുളിയും കഴിച്ചുകൊണ്ട് കിടക്കുന്ന എന്നെ കിടന്ന് ബഹളം വെച്ച് വിളിക്കുന്നത്. ഓ എന്തുവാ ഇത് ഈ വെപ്രാളം? കിടന്നതിന്റെ പിറക്ക് കിടന്ന് ഇത് എന്തായത്? ഷഹാന ഒന്ന് വന്ന് നോക്ക്, ടാബ്ലറ്റ് ഉണ്ടോ? ഒന്ന് വാ ഷഹാന. ഇക്കായിക്കല്ലേ, നിന്റെ ഇക്ക അല്ലേ? ഒന്ന് വരുവോ? നീ പോയി കിടന്ന് ഉറങ്ങടി. നീ ഉറക്കം ഒഴിഞ്ഞാലാ നിനക്ക് തലവേദന വരത്തില്ലേ? പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഉമ്മ കിടന്ന ഉമ്മ ഗുളികയൊക്കെ കഴിക്കണ്ടല്ലേ? ഞാനും ഇത് കിടക്കട്ടെ. അങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് കണ്ണി മയക്കം പിടിച്ചപ്പോഴത്തേക്ക് വിളിയും ബഹളവും. എന്തുവാ ഇത്?
എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഒരു ബഹളമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒരുത്തി വന്ന് കേറി നേരെ നമ്മളെ പനി വന്നിട്ടില്ല ഓരോ. ആ ഷാന നീ പോയി കിടന്ന് ഉറങ്ങടി, ഞാനും ഉറങ്ങട്ടെ. ഓ ഇക്ക തിളച്ച ചോറ് ഇപ്പൊ തൽക്കാലം ഇത് നനച്ചിട്ട് വരാം. ഇക്കായ്ക്ക് വല്ല വണ്ടി പരിചയം ഉണ്ടാക്ക ഒന്ന് വിളിക്കാൻ. ഇക്ക ഇക്ക വല്ല വണ്ടിക്കാരൻ പരിചയം ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് ആരെയും പരിചയമില്ലല്ലോ. ടാബ്ലറ്റും ഇല്ല. ഉമ്മയൊക്കെ വിളിച്ച് അവരാരും വരുന്നില്ല. രാത്രിയാ രാവിലെ പോവാന്നാ പറയുന്ന. നിനക്കും ദേഹമൊക്കെ ഒന്ന് തുടച്ചു തരാന്ന്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓ വിശക്ക് നീ പെണ്ണിത് ഒന്നും ആക്കിയില്ലേ? തിന്നാൻ എത്ര നേരമായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് വിശക്കുന്നുമ്മ, കഴിക്കാനൊന്നും ആയില്ലേ? സബിയത്തെ കഴിക്കാനുള്ള എടുത്തോണ്ട് വാ, എനിക്ക് ഗുളിക കഴിക്കാനുള്ളയാ. തലച്ചിട്ടിലുണ്ടാക്കാം. ശ്രദ്ധിച്ച്. വണ്ടി ഇപ്പൊ വരുവോ? ക്ഷീണമുണ്ട്. വണ്ടി പറഞ്ഞായിരുന്ന? വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുവോ? ശ്രദ്ധിച്ചിറങ്ങ. എവിടെ ഒരുങ്ങി കെട്ടി പോന്ന്? അത് ഉമ്മ ഇക്കായ്ക്ക് വയ്യല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോന്ന്. എവിടെ പോന്ന്? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടിരാം. ഇന്നലെ ഒട്ടും വയ്യ, നീ ഉമ്മയെ വിളിച്ചതാ. ആശുപത്രിയില്. അതിന് ഇവളെന്തിനാ വരുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഷഹാനായെ കൊണ്ടുപോ, അവള് വരും നിന്റെ കൂടെ. ഞാൻ പോവാലോ. ഷഹാനാക്ക് പല ആവശ്യങ്ങളും ഇല്ലേ? ഇപ്പോഴേ ഞാൻ സബിയത്തിനെ കൊണ്ടുപോവാം. വാ സബിയത്തെ. ഷഹാന എന്നാൽ രാത്രി വിളിച്ചു വന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഉമ്മായും വന്നില്ലല്ലോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ വന്ന്? ഞാൻ പോയിട്ട് വരാമ്മ. അവളിവിടെ നിക്കട്ട്, ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഞാൻ ജോലിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടമ്മ. എന്താ ഉണ്ടാക്കി വെച്ച്? തണുപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി കുറച്ച് ജോലിയുള്ളൂ, ഞാൻ വന്നിട്ട് ചെയ്യാത്. ഇനി ബാക്കിയുള്ള ജോലിയൊക്കെ ഉമ്മാക്ക് ചെയ്താൽ മതി. അല്ലെ ഷഹാനെ വിളിച്ചൊക്കെ ചെയ്യിക്കേ. അല്ലമ്മ, ഞാൻ വന്നിട്ട് ചെയ്യാം. എനിക്ക് ഒട്ടും സംസാരിക്കാൻ വയ്യ. നീ ബാ, നമുക്ക് ആശുപത്രി പോകാം. ശ്രദ്ധിച്ചു പോണേ. തലച്ചുറ്റിലൊന്നും പറയണേ. അവളുണ്ടാക്കില്ലേ പോത്തോള്. ഈ ഷഹാന കണ്ട അത് തന്നെ അവളെ പിറക്കെ അങ്ങ് നടക്കുക. ഇനി വല്ല നമ്മൾ വേവിച്ച് വെക്കാൻ അവളെയും കൊണ്ട് പോയേക്കുന്നു.
ഓ ഇപ്പൊ കെട്ടിയെഴുന്നള്ളിച്ചോണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടോ. ഉമ്മ ഇങ്ങനെ വിട്ടാലേ ശരിയാകത്തില്ലേ. ഉമ്മ ഇതിനൊരു തട ഇടണം. അവളാണെങ്കി അതിനകത്ത് തുള്ളി തുള്ളി അങ്ങ് പോവും. ഓ എന്നെ പറഞ്ഞാ മതി. ഉമ്മ അതേക്ക ഉടനെ ശരിയാവും. ഉമ്മ ഒന്നിങ്ങ് വന്നേ. സബിയത്തെ ആ സബിയത്തേക്ക് വാ. ആ ഷഹാന ഇവിടെ ഉണ്ടായിരുന്നാ? ഷഹാന ബാ, ഉമ്മായും വിളിച്ചോണ്ടോന്നേ. ഉമ്മായ ഉമ്മാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സബിയത്തെ നീ ബാ. എന്താക്കാ? ഉമ്മ എവിടെ? ഉമ്മ അതാണ്ട. ഇവ എന്തിനാണെന്ന് വിളിക്കുന്നേ? എന്താടാ? ഉമ്മ ആ വരി. ഷഹാന ബാ. നീ എന്താടാ എത്ര കിടന്ന് വേളം വെക്കുന്നത്? പറ, എന്തുവാ കാര്യം? ഉമ്മ ഞാൻ എന്തായാലും എനിക്ക് നീ ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് വേണ്ടേ. ഞാനൊരു പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതും ചെയ്തിട്ടാ വന്നേക്കുന്നത്. അതെന്താ? അമ്മ ഞാന് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് നിന്റെ പൈസയൊക്കെ ഉണ്ടാ തുടങ്ങാനൊക്കെ? അപ്പം ഒരു ലോൺ വെക്കണം എനിക്ക്. അപ്പം ഞാൻ ഈ വീട് ഒന്ന് ലോൺ വെക്കണം എനിക്കുമ്മ. ലോൺ വെക്കാനാ? ഏത്? ഇതാ? ആ ഉമ്മ ഈ വീടിന്റെ പ്രമാണം. ഉമ്മ ഈ വീടും വസ്തുവും എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ആരെ വീട്? എന്റെ വീട്. അങ്ങനൊന്നും ഭാഗിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിൽ എനിക്കും അവകാശങ്ങളുണ്ട്. ഞാനിപ്പോ വെറും പിച്ചച്ചട്ടിയാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഇത് കണ്ടിട്ടാണ് ഞാൻ ബിസിനസിന് വേണ്ടി ഇറങ്ങിയത്. ആഹാ, ബിസിനസ് തുടങ്ങാനോ? മാത്രമുള്ളതല്ല ഇത്. എന്റെ മോക്ക് പിന്നെ ആരും കൊടുക്കും? നിനക്ക് മാത്രോ? ആര്? ഷഹാനയ്ക്കോ? ഉമ്മ ഷഹാനയ്ക്ക് കൊടുക്കാനുള്ള എല്ലാം ഞാൻ കൊടുത്താണ് കെട്ടിച്ചത്. പറഞ്ഞതും അതിന്റെ ഇരട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. കല്യാണം നടത്തിയണ്ട? ആ അങ്ങനെയാണ്. ആങ്ങളമാരാകുമ്പോ ചിലപ്പോ കല്യാണമൊക്കെ നടത്തിയതിന്റെ ഇരിക്കും എന്നും പറഞ്ഞ് ഇത് ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങാനെന്ന് വിചാരിച്ചോ? ഇതിൽ എനിക്കും അവകാശങ്ങളുണ്ട് അല്ലേ അമ്മ? ആ അവക്ക് കല്യാണത്തിന് എന്താ എടുത്തത്? കണക്കെല്ലാം കൂടെ അവള് പഠിപ്പിച്ചു വെച്ചേക്കുന്ന. ഉമ്മ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ? എനിക്ക് നാളെ പ്രമാണം തരണം. ഞാൻ കൊണ്ട് ലോൺ വെക്കും. എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഇതൊന്നും വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് നീ മോഹിക്കുകയും വേണ്ട. ഇതേ എന്റേതാണ്. ഇത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. നിനക്ക് വല്ലതും വേണമായിരുന്നെങ്കിലേ സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് നീ കെട്ടണമായിരുന്നു. ബിസിനസ് തുടങ്ങാൻ എന്റെ വീടും വസ്തുവും കണ്ടിട്ട് വന്നേക്കുവാ. 20 ലക്ഷം രൂപയ്ക്ക് പ്രമാണം. നീ എങ്ങനെ അടയ്ക്കുമെന്ന്?
വെച്ചിട്ട് ഇതെന്റെ മോൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട ഇത് തരുമെന്ന്. ഇതേ ഉമ്മാടതാണ്, ഉമ്മാടത്. ഗൾഫിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ വീടിന് വേണ്ടിയിട്ടും തന്നെ, ഷഹാനയ്ക്ക് വേണ്ടിയിട്ടും തന്നെ. എനിക്ക് എന്തുണ്ട്? ആ നീ വെച്ച കണക്ക് പറയാൻ വന്നേതാ? നിന്നെ കണക്ക് പഠിപ്പിച്ചാര്? ഇവളാ? ആ കൊള്ളാല്ലേ, നീ കണക്കും കാര്യവും വീട്ടിന്റെ കണക്കും എല്ലാം നീ എടുപ്പിച്ചോടി. കൊള്ളാം. ഒരുത്തി വന്ന് കയറിയപ്പോഴത്തേക്ക് അവൻ അതിന്റെ കണക്ക് പറയാൻ വന്നേക്കുന്നു. വീട് വെച്ച കണക്ക്. പിന്നെ ഓരോരുത്തരുടെ തലയണ മന്ത്രോ. ആ നീ വെച്ച കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, വെച്ചുപോലോ. വീട്ടിനകത്ത് എന്താണ്ട് വെച്ചിട്ട് 5-6 കല്ലും കട്ടയും വെച്ച് കെട്ടി പൊക്കേനാവും വെച്ചത്. ആ അപ്പൊ നീ ഇത് നിന്റെ ആക്കി വെച്ചേക്കുവാണോ? അത് കൊള്ളാല്ലേ. ഇത് മരിക്കുന്നിടം വരെ എന്റേത് തന്നെ. നീ അത് മോഹിക്കണ്ട. അതും കണ്ടോണ്ട് നീ സ്വപ്നവും കാണണ്ട. ചിലപ്പോ ഞാൻ എന്റെ മോക്ക് കൊടുത്തെന്നിരിക്കും. നീ ആര് ചോദിക്കാൻ? ഇത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഇത് എന്റേതാണ്. ഇക്ക വിഷമിക്കില്ല ഇക്ക. ഉമ്മ പറയുന്ന കേട്ടാ? അങ്ങനെയൊന്നും നടക്കത്തില്ലക്ക. ഷഹാന ഇപ്പൊ വിഷമിപ്പിക്കാതെ. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും വേണ്ട. എന്തെങ്കിലും ചെയ്യേക്ക, ടെൻഷൻ അടിക്കാതെ. അവളെ കിണുങ്ങാൻ പോയേക്കുന്നു, കൂടെ കരയാൻ പോയേക്കുന്നു. എന്നാ സമയത്തെ ഈ ഫയലെല്ലാം കൊണ്ട് അവിടെ പോയി. ഷഹാന നീ പ്രോജക്റ്റ് നോക്ക്. നല്ല അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഷഹാനാക്ക് അതൊന്നും കാണണ്ട. ഷഹാനായ കാണിക്കാൻ പോകുന്നത്. ഷഹാന ഇപ്പൊ കൊണ്ടുതരുന്നത് നീ അല്ലേ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുറി. എന്റെ വീടും വസ്തുവും ലോൺ വെക്കാൻ വന്നേക്കുന്നു. പ്രമാണം ചോദിക്കാൻ. പ്രമാണം എന്നുള്ള വാക്കൂടെ മിണ്ടരുത്.